ഞാനിവിടെ വഴുതനങ്ങ കൊണ്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വഴുതനങ്ങ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് ആയി പോവും. വഴറ്റാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. അതേപോലെ 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാളയൊക്കെ ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലായിരിക്കണം ഇടേണ്ടത്. അതേപോലെ തന്നെ ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്ന ടൈമിലും അതെ നമ്മൾ ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞ് പോകാനുള്ള ചാൻസസ് ഉണ്ട്. മസാല നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നും നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ ഇവിടെ ഓയിൽ കുറച്ച് യൂസ് ചെയ്തിരിക്കുന്നത്. ഓയിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രോബ്ലം വരില്ല. അപ്പോൾ ഇത്തിരീശ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന വഴുതനങ്ങയുടെ പീസസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് ഒരു 1 to 2 മിനിറ്റ്സ് നമ്മൾ ഈ മസാലയിലിട്ട് വഴുതനങ്ങ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇനി തേങ്ങാപ്പാലിൽ കിടന്ന് വേണം നമ്മുടെ വഴുതനങ്ങയൊക്കെ ഫുള്ളായിട്ട് വേവാൻ വേണ്ടിയിട്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തുറന്ന് വെച്ച് മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. പിന്നെ നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നേരം കൊണ്ട് വേറൊരു ചട്ടി എടുത്ത് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺസ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് നന്നായി ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് ഒരു 10 മണി ഉലുവിട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് വറ്റൽമുളകും ഒരു 7-8 ചെറിയുള്ളി ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുക. ഉള്ളിയൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കുക. വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവിയൊക്കെ. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മൂപ്പിച്ച് വെച്ചിരുന്ന ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കിയെടുക്കുക. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.